മധു ബാബുവിനെതിരെ തൊടുപുഴ സ്വദേശി നൽകിയ പരാതിയിലും നടപടിയില്ല. മലങ്കര സ്വദേശി VK മുരളീധരനായിരുന്നു പരാതിക്കാരൻ. തൊടുപുഴ ഡിവൈഎസ്പി ആയിരുന്ന കാലത്ത് മധു ബാബു ഓഫീസിൽ വെച്ച് മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് VK മുരളീധരൻ ആരോപിച്ചു. ഞാനൊരു പരാതിക്കാരനാണ്. പരാതി കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ നെഞ്ചത്ത് ചവിട്ടി എൻ്റെ SNDPയുടെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും മുമ്പിൽ അവർ പറയുന്ന കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ ദ്രോഹിച്ചു. എന്നെ നെഞ്ചത്ത് ചവിട്ടി ചെവിക്കലിന് അടിയും തന്നു. ഈ സാർ അടുത്തുണ്ട്, ഇവിടുത്തെ മെയിൻ ഒരു സാറാണ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത കാശ് ചോദിച്ചതിന്റെ പേരിൽ കേസ് കൊടുക്കാൻ വന്നതാണ്. 2022 ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. അതിലേക്ക് എന്നെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും എൻ്റെ നെഞ്ചത്ത് ആദ്യം വയറിളച്ച് വെച്ച് എറിഞ്ഞ് ഞാൻ കസേരയോടുകൂടി മറിഞ്ഞ് വീഴുകയും എന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ കൂട്ടുകാരായിട്ട് അന്ന് അവിടെ സ്റ്റേഷനിൽ വന്ന 2 പേരും കൂടി പൊക്കിയെടുത്ത് കൊണ്ടുവന്ന വഴി അദ്ദേഹം ഓടി വന്ന് എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. അതിലും ഞാൻ വീണു കഴിഞ്ഞിട്ട് ഇവർ ഇതുപോലെ തന്നെ പോലീസുകാർ പിടിച്ച് പൊക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പൊക്കി കൊണ്ടുവരുന്ന വഴി 2 കൈയും ചുരുട്ടി എൻ്റെ ചെവിക്കലിന് ഇടിക്കുകയും DYSPക്ക് അന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. തൊടുപുഴയിലും കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി ജയനിസ് രാജു ചേരുന്നു. ജയൻ, ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോഴത്തെ 2022 പോലീസ് സ്റ്റേഷനിലെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ ഈ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. എന്താണ് മുരളീധരൻ പറയുന്നത്? മോദി, ഇത് 2022 ഡിസംബർ 21-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. അന്ന് മാധ്യമപ്രവർത്തകരെല്ലാം ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പോയത്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയും അവരെ മൊഴി നൽകുന്നതിനായി വിളിച്ചു വരുത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഈ ആകസ്മികമായി ഈ സംഭവം ഉണ്ടാകുന്നത്. മുരളീധരൻ DYSP ഓഫീസും മുകളിലത്തെ നിലയിലാണ്. അവിടെ നിന്ന് ബഹളം വെച്ച് ഇറങ്ങി വരികയും DYSP തന്നെ മർദ്ദിച്ചു എന്ന ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിൽ അന്ന് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ ഈ മർദ്ദന നടക്കുന്ന സമയത്തുള്ള ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നതാണ്. ഇത് സംബന്ധിച്ച് മുരളീധരൻ സംസ്ഥാന പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ പരാതിയിലൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് പോലീസിനെതിരെ ഒരു പരാതി നൽകിയാൽ അത് അന്വേഷിക്കാൻ പോലും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടപടിയെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയാണ് മധു ബാബുവിനെതിരെയുള്ള ഈ പരാതി. നിലവിൽ ഒരു പരാതി ലഭിച്ചാൽ അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണമെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടത്തേണ്ടതുണ്ട്. പക്ഷേ അത്തരം ഒരു നടപടി ഒരിക്കലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. പകരം പരാതിക്കാരൻ ഹൈക്കോടതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയോ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ്. വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഇക്കാര്യത്തിലും പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 2022 ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുമായി ആദ്യം പങ്കുവച്ചത്. മാധ്യമപ്രവർത്തകർ ആ സമയത്ത് മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നപ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത്.